ഹായ് ഫ്രണ്ട്സ്, മല്ലു ടെക്കീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് SBTE കേരളയുടെ സൈറ്റിനകത്ത് നമുക്ക് എക്സാമിനേഷൻ ഫീസ് എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ്. നമുക്കതിനായിട്ട് ഗൂഗിൾ പേ, UPID എങ്ങനെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫീസ് അടയ്ക്കാം എന്നുള്ള എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതിനകത്ത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിനകത്തുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ പേ തന്നെ വേണമെന്നില്ല, മറ്റൊരാളുടെ ഗൂഗിൾ പേ. നമുക്ക് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ഫോണിൽ സൈറ്റിൽ കയറിയതിന് ശേഷം UPID കൊടുത്ത് ട്രാൻസാക്ഷൻ അവിടെ നിന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് അത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് വന്നിട്ട് SBTE കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഫസ്റ്റ് കാണുന്ന ഞാൻ ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് SBTE കേരള എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്ന ഈ ലോഗിൻ SBTE കേരള എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഓൾറെഡി ഉള്ള യൂസർ നെയിം പാസ്വേഡ്, നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് ആദ്യമേ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യുന്ന ആ പാസ്വേഡും തന്നെയാണ് ഇതിനകത്ത് കൊടുക്കാനുള്ളത്. അതിനകത്ത് യൂസർ നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക. ശേഷം താഴെ പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ ഇവിടെ ഒരു ക്യാപ്ച കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ഇതെല്ലാം സ്മോൾ ലെറ്ററാണ്. അപ്പോൾ സ്മോൾ ലെറ്ററായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം നോക്കണം. ആദ്യമേ വരുന്നത് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും നമ്മുടെ കീബോർഡിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്മോൾ ലെറ്റർ വരും. അതിൽ ESK നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാപ്ച ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം സ്മോൾ ലെറ്റർ തന്നെ ആയിരിക്കും. PA. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്ക് ലോഗിൻ എന്നുള്ളൊരു ഇത് കാണാൻ സാധിക്കും. അതിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്തേക്ക് നമ്മുടെ ഇപ്പോൾ സൈറ്റിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിനിയുടെ സൈറ്റിനകത്തേക്ക് വന്നിട്ടുണ്ട്. പ്രൊഫൈലിനകത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനകത്ത് എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയും രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. താഴേക്ക് വരുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കോമൺ എമൗണ്ട് എലിജിബിൾ ഫോർ കൺസെഷൻ റെഗുലർ ഫീസ് 330 രൂപ. 330 രൂപയാണ് നമുക്കിവിടെ അടയ്ക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും സെയിം ആണോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ക്യാഷ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത്. നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള പേജിനകത്താണ് വരുന്നത്. നമ്മളിതിന് ഫെഡറൽ ബാങ്ക് ഓരോ ATM കാർഡ് വെച്ചിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 എന്ന് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് കാണാൻ സാധിക്കും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ സെക്ഷനിൽ ഇത്രയും വരുന്നുണ്ട്. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ GRN ജനറേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. OKയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് നമ്മുടെ UPI എന്നുള്ള സാധനത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ എൻ്റർ UPID എന്ന് കാണിക്കുന്നുണ്ട്. UPID നമുക്ക് എടുക്കാനുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിൾ പേക്കകത്ത് എങ്ങനെയാണ് UPID നോക്കാനുള്ളതെന്ന്. അപ്പം ഗൂഗിൾ പേ നിങ്ങളുടെ ആണെങ്കിൽ അല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും ആ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അറിയാമെന്നുള്ളവർ കാണും. അപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഈ പിക്ചറിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതാ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ UPID കാണുന്നുണ്ട്. അതെന്താ ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇതിനകത്ത് താഴെ കോപ്പി UPID എന്നുള്ളത് കാണാൻ സാധിക്കും. അതൊന്ന് കോപ്പി ചെയ്യുക. ശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മുടെ തിരിച്ച് നേരെ സൈറ്റിനകത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതിനകത്ത് എൻ്റർ UPID എന്ന സ്ഥാനത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുകയോ ടൈപ്പ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ആരുടെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. രാഹുൽ രാജാർ എൻ്റെ പേരൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഈ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെരിഫൈന് ശേഷം വെരിഫൈ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മുകളിലൊരു റിക്വസ്റ്റ് വന്നതായിട്ട് കാണിക്കാം. അതായത് നമ്മുടെ ഗൂഗിൾ പേ ആരുടെയാണ് വെച്ചേക്കുന്ന ആ UPID അതിനകത്തേക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഗൂഗിൾ പേയിലേക്ക് ആയിരിക്കും പോകുന്ന. ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് റിക്വസ്റ്റിനകത്തോട്ടാണ് പോകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും റിക്വസ്റ്റ് ഫ്രം ഈ ട്രഷറി 330 എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനകത്ത് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് അതായി നീല കാണുന്ന സ്ഥലത്ത് ഓക്കെ എടുക്കുക. ഓക്കെ എടുത്തതിന് ശേഷം ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് നമ്മൾ പാസ്വേഡ് അടിക്കുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്രീനിൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ UPI അടിച്ച് UPI പാസ്വേഡ് അടിച്ച് ഓക്കെ എടുക്കുക. പേയും ഈ ട്രഷറി എന്ന് കാണിക്കുന്നുണ്ട്. ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റിക്വസ്റ്റ് ഫ്രം ഈ ട്രഷറി എന്നുള്ളതിന് അത് തൊട്ട് താഴെ പച്ച അതിനകത്ത് ആ ടിക്ക് വീണ് കാണിക്കാൻ പറ്റും. അതായത് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയെന്നാണ് കാണിക്കുന്നത്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ തിരിച്ച് സൈറ്റിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെയും ചിലപ്പോൾ ആ ടൈം ഔട്ടായി കാണും. നമ്മുടെ സൈറ്റിനകത്ത് നിൽക്കുന്ന ടൈം ഔട്ടായി കാണും. അതിനുശേഷം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം താഴേക്ക് പിന്നെയും അതുപോലെ വരുമ്പോഴത്തേക്ക് എക്സാം രജിസ്ട്രേഷൻ എന്നുള്ള കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്നുണ്ട് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് വന്നിട്ട് നമ്മുടെ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഫീസ് അടച്ചതിൻ്റെ ആ ഒരു പേജ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.